മാളികപ്പുറത്തമ്മയ്ക്ക് ദുഃഖം സഹിക്കാനാവാതെ മാളികപ്പുറത്തമ്മ കരഞ്ഞു. അതാണ് ആ കണ്ണുനീരിങ്ങനെ വന്ന് വീണ് അത് ഒരു മഹാപ്രളയമായി മാറി. അങ്ങനെയാണ് കേരളത്തിൽ പ്രളയം ഉണ്ടായി. മനസ്സിലായി? പ്രളയം വന്നത് അങ്ങനെയാണ്. ആ പ്രളയം വന്നപ്പോ അച്ഛൻ കോവിലാറിലും മീനച്ചിലാറിലും ആലുവാപ്പുഴയിലും ഒക്കെ വെള്ളം പൊങ്ങി. അങ്ങനെ പമ്പയിലും വെള്ളം പൊങ്ങി. പ്രളയം വന്നത് എന്താണെന്ന് ഓർമ്മയുണ്ട്? ആഗസ്റ്റ് 16 നമ്മുടെ അത്തം ഘോഷയാത്ര നമ്മൾ ഒഴിവാക്കിയില്ല. ആഗസ്റ്റ് 15 അത്തം ഉദ്ഘാടനം ചെയ്തു. പക്ഷെ ഘോഷയാത്ര വേണ്ടെന്ന് വെച്ചു. അപ്പോഴേക്ക് മഴ കനത്തു. ആഗസ്റ്റ് 16 മഴ പ്രളയമായി വന്നു. 17 ആയപ്പോഴേക്ക് വീടുകളെല്ലാം മുങ്ങിപ്പോയി. അപ്പോൾ പമ്പയിലും വെള്ളം പൊങ്ങി. എല്ലാ വീടും വെള്ളത്തിലടി. ആർക്കും അങ്ങോട്ട് പോകാൻ വയ്യ. അപ്പോൾ ഒരാൾക്കും ശബരിമലയിലേക്ക് കയറാൻ വയ്യാത്ത സാഹചര്യം. ആഗസ്റ്റ് 17 എന്ന് പറഞ്ഞാൽ ചിങ്ങം 1 ആഗസ്റ്റ് 17 ചിങ്ങമാസം 1 തീയതി നട തുറന്നപ്പോൾ കന്യയ്യപ്പനും ഇല്ല, ഗുരുസ്വാമി ഇല്ല, ആരുമില്ല. കാരണം പ്രളയമാണ്. അങ്ങനെ ചരിത്രത്തിൽ ആദ്യമായി കന്യയ്യപ്പൻ ചിങ്ങമാസം 1 തീയതി മലയിലെത്തിയില്ല. അപ്പോൾ വ്യവസ്ഥ പ്രകാരം എന്ത് വേണം? മാളികപ്പുറത്തമ്മയെ വിവാഹം കഴിക്കണം. ആഗസ്റ്റ് മാസം 18 തീയതി വാക്ക് പറഞ്ഞാൽ പാലിക്കുന്ന ആളല്ലേ അയ്യപ്പൻ. അല്ലാതെ വാക്കിന് വ്യവസ്ഥ ഇല്ലാത്ത ആൾ അയ്യപ്പൻ എന്നാ പറയുക? അങ്ങനെയുണ്ട്. 18 തീയതി വാക്ക് പ്രകാരം അയ്യപ്പൻ മാളികപ്പുറത്തമ്മയെ വിവാഹം കഴിച്ചു. അങ്ങനെ ബ്രഹ്മചര്യം അവസാനിച്ചു. അതുകൊണ്ട് ഇനി ശബരിമലയിൽ ഭക്തർക്ക് സ്ത്രീകൾക്ക് വരുന്നതിൽ തടസ്സമില്ല. കാര്യങ്ങൾ ഇങ്ങനെ ആയതുകൊണ്ട് ജഡ്ജി ദീപക് മിശ്രയെ കൊണ്ട് അയ്യപ്പൻ തന്റെ ഹിതപ്രകാരം വിധി എഴുതിയപ്പോൾ ഇനി സ്ത്രീകൾക്ക് വരാം എന്ന് വിധിയിൽ എഴുതി ചേർത്തു. അങ്ങനെയാണ് വിധി വന്നിട്ടുള്ളത്. നമസ്കാരം. വിവാദ പ്രസംഗത്തിൽ എം സ്വരാജ് അറസ്റ്റിലേക്ക് എന്ന സൂചന. 2018 എം സ്വരാജ് നടത്തിയ പ്രസംഗം മതസ്വാതന്ത്ര്യത്തെ ഹനിക്കുന്നതാണ് എന്ന് കാട്ടിക്കൊണ്ട് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് വിഷ്ണു സുനിൽ നൽകിയ പരാതിയിലാണ് അറസ്റ്റ് നടപടികളിലേക്ക് നീങ്ങിയേക്കാം എന്ന സൂചന ഉയരുന്നത്. പ്രസംഗത്തിന്റെ വീഡിയോ സഹിതമാണ് പരാതിക്കാരൻ പരാതി നൽകിയിരിക്കുന്നത്. വിഷയത്തിൽ എം സ്വരാജിനെതിരെ റിപ്പോർട്ട് തേടിയിരിക്കുകയാണ് കൊല്ലം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി. ശബരിമല സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് എം സ്വരാജ് നടത്തിയ പ്രസംഗം അടിസ്ഥാനരഹിതവും വിവാദപരവുമാണ് എന്ന് കാട്ടിക്കൊണ്ടുള്ള പരാതിയിലാണ് കോടതി ഇപ്പോൾ റിപ്പോർട്ട് തേടിയത്. ആദ്യം കൊല്ലം വെസ്റ്റ് പോലീസിൽ പരാതി നൽകി. എന്നാൽ കേസെടുക്കാൻ ഇവർ തയ്യാറാകാത്തതിനെ തുടർന്ന് സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകി. സിറ്റി പോലീസ് കമ്മീഷണറും കേസെടുക്കാത്തതിനെ തുടർന്നാണ് വിഷ്ണു കോടതിയെ സമീപിച്ചത്. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ കോടതി റിപ്പോർട്ട് തേടുന്നത്. മാളികപ്പുറത്തമ്മയുടെ കണ്ണുനീരാണ് കേരളത്തിൽ പ്രളയമായി നദികളിലൂടെ ഒഴുകിയത് എന്നും അയ്യപ്പന്റെ ബ്രഹ്മചര്യം അവസാനിപ്പിച്ചു എന്നും അടങ്ങുന്നതായിരുന്നു സ്വരാജിന്റെ പ്രസംഗം. ഇത് വിശ്വാസത്തെ ഹനിക്കുന്നതാണ് എന്നാണ് പരാതിയിൽ പറയുന്നത്. പരാതി നിലനിൽക്കുന്നതാണോ? പോലീസ് എന്തുകൊണ്ട് FIR രജിസ്റ്റർ ചെയ്തില്ല? IPC മറ്റ് നിയമങ്ങൾ പ്രകാരം കുറ്റമുണ്ടാകുമോ എന്നിവ പരിശോധിക്കാനാണ് സാധാരണയായി കോടതി ഇങ്ങനെ റിപ്പോർട്ട് തേടുക. ഈ റിപ്പോർട്ട് കിട്ടിയ ശേഷം മാത്രമേ കോടതി അടുത്ത നടപടിയിലേക്ക് കടക്കൂ. പരാതിയിലെ ആരോപണങ്ങൾ പ്രകാരം ബാധകമാക്കാൻ സാധ്യതയുള്ള നിയമങ്ങൾ ഇവയാണ്. IPC 295A മതവിശ്വാസത്തെ അപമാനിച്ച് മനഃപൂർവ്വം വികാരം വ്രണപ്പെടുത്തൽ. IPC 153A മതങ്ങൾക്കിടയിൽ വൈരം വളർത്തൽ. ഈ വകുപ്പുകളാണ് ചുമത്താൻ സാധ്യതയുള്ളത്. സ്വരാജിന്റെ മുൻകാല കേസുകളുടെ ചരിത്രം കൂടി ഇതോടൊപ്പം പരിശോധിക്കപ്പെടും. അതായത് പാറ്റേൺ ഓഫ് കണ്ടക്ട് കോടതി പരിഗണിച്ചേക്കാം. ഇതാദ്യമായിട്ടല്ല എം സ്വരാജ് ഇത്തരത്തിൽ കോടതി വിധിയുടെ പേരിൽ ചർച്ചയാവുന്നത്. വർഷങ്ങൾക്ക് മുൻപ് നടന്ന SFI നിയമസഭാ മാർച്ചിലെ അക്രമ സംഭവങ്ങളുമായി ബന്ധപ്പെട്ട കേസിൽ എം സ്വരാജിനും A റഹീമിനും തിരുവനന്തപുരം 1ാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി 1 വർഷം തടവും 5000 രൂപ പിഴയും ശിക്ഷയായി വിധിച്ചിരുന്നു. മജിസ്ട്രേറ്റ് ശ്വേത ശശികുമാറാണ് ഇരുവർക്കുമെതിരായ ഈ ഉത്തരവ് പുറപ്പെടുവിച്ചത്. അന്നത്തെ സർക്കാരിന്റെ കാലത്തെ +2 കോഴയ്ക്കെതിരെയായിരുന്നു പ്രതിഷേധം. വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന അബ്ദുറബിന്റെ വസതിയിലേക്ക് നടത്തിയ പ്രതിഷേധ പ്രകടനം സംഘർഷത്തിൽ കലാശിക്കുകയായിരുന്നു. എന്നാൽ ഈ കേസിൽ ഇരുവർക്കും അതേ ദിവസം തന്നെ കോടതി ജാമ്യം അനുവദിച്ചിരുന്നു. എന്നാൽ അപ്പീൽ നൽകുന്നതിനായി ശിക്ഷ സ്റ്റേ ചെയ്ത കോടതി ഉത്തരവിനെ തുടർന്ന് ജയിൽവാസം അനുഭവിക്കേണ്ട സാഹചര്യം ഉണ്ടായിരുന്നില്ല. എന്തായാലും ഇപ്പോഴത്തെ കേസിൽ പോലീസ് റിപ്പോർട്ടിന് ശേഷം കോടതി സ്വീകരിക്കുന്ന നടപടികളായിരിക്കും എം സ്വരാജിനെതിരെ തുടർ നിയമ നടപടികൾ ഉണ്ടാകുമോ എന്ന കാര്യം നിർണ്ണയിക്കുക. മാളികപ്പുറത്തമ്മയ്ക്ക് ദുഃഖം സഹിക്കാനാവാതെ മാളികപ്പുറത്തമ്മ കരഞ്ഞു. അതാണ് ആ കണ്ണുനീരിങ്ങനെ വന്ന് വീണ് അത് ഒരു മഹാപ്രളയമായി മാറി. അങ്ങനെയാണ് കേരളത്തിൽ പ്രളയം ഉണ്ടായി. മനസ്സിലായി? പ്രളയം വന്നത് അങ്ങനെയാണ്. ആ പ്രളയം വന്നപ്പോൾ അച്ഛൻ കോവിലാറിലും മീനച്ചിലാറിലും ആലുവാപ്പുഴയിലും ഒക്കെ വെള്ളം പൊങ്ങി. അങ്ങനെ പമ്പയിലും വെള്ളം പൊങ്ങി.
പ്രളയം വന്നതെന്നാന്ന് ഓർമ്മയുണ്ടോ? ആഗസ്റ്റ് 16 നമ്മുടെ അത്തം ഘോഷയാത്ര നമ്മൾ ഒഴിവാക്കിയില്ല. ആഗസ്റ്റ് 15 അത്തം ഉദ്ഘാടനം ചെയ്തു. പക്ഷെ ഘോഷയാത്ര വേണ്ടെന്ന് വെച്ചു. അപ്പോഴേക്ക് മഴ കനത്തു. ആഗസ്റ്റ് 16 മഴ പ്രളയമായി വന്നു. 17 ആയപ്പോഴേക്ക് വീടുകളെല്ലാം മുങ്ങിപ്പോയി. അപ്പോൾ പമ്പയിലും വെള്ളം പൊങ്ങി, എല്ലാ വീടും വെള്ളത്തിലാണ്, ആർക്കും അങ്ങോട്ട് പോകാൻ വയ്യ. അപ്പോൾ ഒരാൾക്കും ശബരിമലയിലേക്ക് കയറാൻ വയ്യാത്ത സാഹചര്യം. ആഗസ്റ്റ് 17 എന്ന് പറഞ്ഞാൽ ചിങ്ങം 1 ആഗസ്റ്റ് 17 ചിങ്ങമാസം 1 തീയതി നട തുറന്നപ്പോൾ കന്യയ്യപ്പനും ഇല്ല, ഗുരുസ്വാമി ഇല്ല, ആരുമില്ല. കാരണം പ്രളയമാണ്. അങ്ങനെ ചരിത്രത്തിൽ ആദ്യമായി കന്യയ്യപ്പൻ ചിങ്ങമാസം 1 തീയതി മലയിലെത്തിയില്ല. അപ്പോൾ വ്യവസ്ഥ പ്രകാരം എന്ത് വേണം? മാളികപ്പുറത്തമ്മയെ വിവാഹം കഴിക്കണം. ആഗസ്റ്റ് മാസം 18 തീയതി. വാക്ക് പറഞ്ഞാൽ പാലിക്കുന്ന ആളല്ലേ അയ്യപ്പൻ, അല്ലാതെ വാക്കിന് വ്യവസ്ഥ ഇല്ലാത്ത ആളാ അയ്യപ്പൻ എന്നാ പറയുക? അങ്ങനെയുണ്ട്. 18 തീയതി വാക്ക് പ്രകാരം അയ്യപ്പൻ മാളികപ്പുറത്തമ്മയെ വിവാഹം കഴിച്ചു. അങ്ങനെ ബ്രഹ്മചര്യം അവസാനിച്ചു. അതുകൊണ്ട് ഇനി ശബരിമലയിൽ ഭക്തർക്ക്, സ്ത്രീകൾക്ക് വരുന്നതിൽ തടസ്സമില്ല. കാര്യങ്ങൾ ഇങ്ങനെ ആയതുകൊണ്ട് ജഡ്ജി ദീപക് മിശ്രയെ കൊണ്ട് അയ്യപ്പൻ തന്റെ ഹിതപ്രകാരം വിധി എഴുതിയപ്പോൾ ഇനി സ്ത്രീകൾക്ക് വരാം എന്ന് വിധിയിൽ എഴുതി ചേർത്തു. അങ്ങനെയാണ് വിധി വന്നിട്ടുള്ളത്.